ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ആദിത്യൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നുള്ളതേ അരിയന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാശിലായുഗ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ, അതിൻ്റെ നിർമ്മിതികളുടെ ബാക്കി, അതായത് നശിച്ചു പോകാതെ കിടക്കുന്ന രണ്ട് ഭാഗങ്ങൾ ഇവിടെയുണ്ട്. നമ്മളെ ദക്ഷിണേന്ത്യയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ളത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്യണത് നമ്മളെ കണ്ടാണശ്ശേരി അരിയന്നൂർ ഭാഗത്തുള്ള കൊടക്കല്ലും അതുപോലെ തന്നെ മുനിമട എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതുമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. BC 1000 AD 300 ഇടയിലുള്ള കാലഘട്ടത്തെയാണ് നമ്മുടെ മഹാശിലാ സംസ്കാര കാലഘട്ടം എന്ന് പറയുന്നത്. മഹാശിലാ സംസ്കാര കാലഘട്ടം എന്നൊക്കെ പറയുമെങ്കിലും ശിലായുഗമായിട്ട് ഇതിന് യാതൊരു ബന്ധമില്ല എന്നാണ് നമ്മളെ ചരിത്രത്തിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. പ്രാചീന കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്നും നമ്മൾ നശിക്കപ്പെടാതെ അല്ലെങ്കിൽ നശിപ്പിക്കപ്പെടാതെ നിലനിൽക്കുന്നുണ്ട്. ഇതിനെയാണ് മഹാശില സ്മാരകങ്ങൾ എന്നൊക്കെ പറയുന്നത്. അത്തരമൊരു സ്മാരകമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നന്നങ്ങാടികൾ, കൊടക്കല്ല്, തുപ്പിക്കല്ല്, വെട്ടുകൽ ഗുഹ, ഇതൊക്കെ ഇത്തരം സ്മാരകത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ രണ്ട് ഭാഗമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഒന്ന് നമ്മൾ ആദ്യം കാണുന്നത് കൊടക്കല്ല് എന്ന് പറയണതാണ്. ഈ കൊടക്കല്ല് ആദ്യകാലത്ത് ശവസംസ്കാരമൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ടൊരു നമ്മളിപ്പോൾ സ്മാരകം പോലെയൊക്കെ വെച്ചിരുന്നതാണ്. അതിഭയങ്കര നിർമ്മിതിയാണിത്. കാരണം ഇത്ര കാലഘട്ടം കഴിഞ്ഞിട്ട് ഇതൊന്നും നശിച്ചു പോയിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇപ്പോഴൊക്കെ ഓരോന്ന് പണിയുമ്പോൾ അതിൻ്റേതായ ടൂൾസ്, അതായത് നമ്മളെ ആയുധങ്ങൾ അത്രയും നമ്മളെ കയ്യിൽ ഉണ്ടായിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ട് ഇതൊക്കെ പണിതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ഇതൊന്നുമില്ലാതെ ഇത്രയും നല്ല ശില്പങ്ങളും അല്ലെങ്കിൽ രൂപങ്ങളൊക്കെ കൊത്തിയെടുക്കാനായിട്ട് അവരെന്തൊക്കെയായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ അവർ മഹാശില്പികളെന്ന് തന്നെ പറയണ്ടേ അത്തരം ആളുകളെ. ഇതിൻ്റെയൊക്കെ സംരക്ഷണ ചുമതല ദേശീയ പുരാവസ്തു വകുപ്പിനാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അടിപൊളിയായിട്ട് അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മളെത്തിയത് മുനിമട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മുനിമട വരുന്നത് അരിയന്നൂരാണ്. കണ്ടാണശ്ശേരിന്ന് ജസ്റ്റ് ഇത് രണ്ട് സ്ഥലവും അരിയന്നൂർ എന്നൊക്കെ തന്നെ പറയുക. കണ്ടാണശ്ശേരിന്ന് ഈ യഥാർത്ഥത്തിൽ മറ്റേ കൊടക്കലിൻ്റെ അവിടെ നിന്ന് വളരെ കുറച്ച് ദൂരെയാണ് മുനിമടയിലേക്കുള്ളത്. ഇവിടെ ഒരു ചതി പറ്റിയെന്ന് വെച്ചാൽ രണ്ട് സ്ഥലവും ലോക്കായിരുന്നു. നമ്മൾ ഞായറാഴ്ച ദിവസമാണ് നമ്മളവിടെ പോയത്. അതുകൊണ്ട് തന്നെ രണ്ട് സ്ഥലം ലോക്കാണ്. അപ്പോൾ വരുന്നവർ ഞായറാഴ്ച ദിവസം സെലക്ട് ചെയ്യരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുവരെ അടച്ചിട്ടൊക്കെയാണ്. നമുക്കിത് ഉള്ളിലേക്ക് ഇറങ്ങി ഒന്നും കാണാനൊന്നും പറ്റില്ല. മുനിമട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് മഹർഷിമാർ സഞ്ചരിക്കുന്ന സമയത്ത് അവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കിയിട്ടാണ്. മൃഗങ്ങളിൽ നിന്നും മറ്റ് കൊള്ളക്കാരിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള റൂം സജ്ജീകരണമാണ്. ഇതിൻ്റെ ഉള്ളിൽ 3 കട്ടിൽ പോലെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ 2 പുറത്തേക്ക് കടക്കാനും ഇറങ്ങാനൊക്കെ ആയിട്ട് 2 തരത്തിലുള്ള വാതിലുകളും അവർ കൊത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങൾ എഴുതിയ ബോർഡുകൾ അവരവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മളടുത്ത ഈ മുനിമടയുടെ ഇതിൻ്റെ ബാക്കി വരാൻ പോകുന്ന ഭാഗങ്ങൾ ഒന്ന് കുന്നംകുളം കക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതുപോലെ തന്നെ കാട്ടകമ്പാലി ചിറക്കലുമാണ്. അവിടെ ഇതേ സെയിം രൂപത്തിലുള്ള വെട്ടുകൽ ഗുഹകളുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ട് പറയുന്നതായിരിക്കും. ദേശീയ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ളത് കൊണ്ട് അതിക്രമിച്ച് കടക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ അതിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ പിഴയും തടവ് ശിക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മതിൽ ചാടിയിട്ട് വീഡിയോ എടുക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഏതായാലും പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള വീഡിയോ നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. മുനിമടയുടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളെ മഹാനായ എഴുത്തുകാരൻ കോവിലൻ സ്മാരകം സ്മൃതി മണ്ഡപം നിലകൊള്ളുന്നത്. അതിൻ്റെ സന്ദർശന സമയമൊക്കെ ഉണ്ട്. ഒരു 8 AM മുതൽ 5:30 PM വരെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം നമുക്ക് കാണാനൊക്കെ കഴിയും. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ മലയാളത്തിലെ എഴുത്തുകാരിൽ ഒരാളാണ് ശ്രീ കോവിലൻ അഥവാ VV അയ്യപ്പൻ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.